പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാതാവിൻ്റെ സന്ദർശന തിരുനാളാണല്ലോ. പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ സന്ദർശിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 ഗർഭിണികളാണ് സന്ദർശന വേളയിൽ കണ്ടുമുട്ടിയത്. ആ നിമിഷമുണ്ടായ പരിശുദ്ധാത്മാഭിഷേകം ഓർത്തുകൊണ്ട് ജീവന്റെ കാര്യം നമുക്ക് ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം ഈശോയെ ഭരമേൽപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 39 മുതൽ 45 വരെ വാക്യങ്ങൾ നമുക്ക് ആദ്യം ശ്രവിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവന്റെ കാര്യം ഈശോയെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധ കന്യാമറിയ സന്ദർശന വേളയിൽ ഒരു സ്നേഹത്തിൻ്റെ തീർത്ഥാടനം നടത്തി ഞങ്ങളിലും ആ സ്നേഹാഗ്നി, ദൈവസ്നേഹാഗ്നി ആളിക്കത്തട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ സന്ദർശന തിരുനാളിൽ നമുക്ക് മറിയത്തിൻ്റെ സ്തോത്രഗീതം ധ്യാനിക്കാം. നമ്മുടെ ജീവിതം പരിശുദ്ധ കന്യാമറിയത്തെ പോലെ പൂർണ്ണമായും ഒരു സ്തോത്രഗീതമായി മാറേണ്ടതിനാണ് പരിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ നമ്മെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 46-47. എന്നാത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നെന്നു പാടിയ മാതാവിനെ പോലെ ദൈവമഹത്വം തേടിടാ. എൻ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നെന്നു പാടിയ മാതാവിനൊപ്പം ആനന്ദിച്ചു പാടിടാൻ. ആളിക്കത്തട്ടെ എന്നിൽ, ആളിയാളിക്കത്തട്ടെ, വിമല ഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ആളിക്കത്തട്ടെ എന്നിൽ, ആളിയാളിക്കത്തട്ടെ, തിരുഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യം 48. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചെന്ന് പാടിയ മാതാവിൻ എളിമ എന്നിൽ നിറഞ്ഞിടാൻ.
ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പാടിയ മാതാവിനൊപ്പം പാടാൻ. ഹല്ലേലൂയ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, വിമല ഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, തിരുഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യം 49. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നെന്ന് പാടിയ മാതാവിനൊപ്പം ഏറ്റേറ്റു പാടിടാൻ. അവിടുത്തെ നാമമെന്നും പരിശുദ്ധമെന്നു പാടിയ മാതാവിനൊപ്പം ദൈവനാമം പുകഴ്ത്തിടാൻ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, വിമല ഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ഹല്ലേലൂയ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, തിരുഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 50 മുതൽ 55 വരെ. മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതമോർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നമ്മുടെ ജീവിതവും പൂർണ്ണമായും ഒരു സ്തോത്രഗീതമായി മാറട്ടെ. ഈശോയെ, അവിടുത്തെ സ്നേഹാഗ്നികളിൽ ആളിക്കത്തട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാസമായ ഈ മെയ് മാസ വണക്കമാസം സമാപിച്ചു. നാളെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ആരംഭിക്കുമ്പോൾ വിമല ഹൃദയത്തിലും തിരുഹൃദയത്തിലും ആളിക്കത്തിയ സ്നേഹാഗ്നി ഞങ്ങളിൽ ആളിക്കത്താൻ ഞങ്ങളെ ആശീർവദിക്കണമേ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, വിമല ഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ആളിക്കത്തട്ടെ എന്നിൽ ആളിക്കത്തട്ടെ, തിരുഹൃദയാഗ്നി എന്നിൽ ആളിക്കത്തിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ. ആമേൻ.